സദാശിവസമാരംഭം ശങ്കരാചാര്യമധ്യമാം അസ്മദാചാര്യപര്യന്താം വന്ദേ ഗുരുപരമ്പരാം. സച്ചിദാനന്ദരൂപായ വിശോൽപത്യാദിഹേതവേ താപത്രയവിനാശായ ശ്രീകൃഷ്ണായ വയം നുമഃ. നാരായണീയമിതു ഭാഗവതാമൃതാബ്ധി സാരം തെളിഞ്ഞൊരു നവീന പുരാണരത്നം. ചേരാം ധരിക്കലിതു കൗസ്തുഭഭൂഷണന്നു ചേരും പദത്തിൽ. ഇതിലപ്പുറമെന്തു ഭാഗ്യം, ഇതിലപ്പുറമെന്തു ഭാഗ്യം. വന്ദിയ ഗുരുജനങ്ങൾക്കും മറ്റെല്ലാ ഭക്തജനങ്ങൾക്കും വിനീതമായ നമസ്കാരം. സർവവ്യാപിയും സർവജ്ഞനും സർവശക്തനുമായ ആ സർവേശ്വരൻ എൻ്റെ ബുദ്ധിയിൽ പ്രകാശിച്ച് എന്നിലൂടെ വാക്കുകളായി പ്രവഹിച്ച് നിങ്ങളുടെ മനസ്സിനെ രമിപ്പിക്കട്ടെ. മനുഷ്യജന്മത്തിൻ്റെ ശ്രേഷ്ഠതയെക്കുറിച്ചാണ് എല്ലാ ശാസ്ത്രങ്ങളും പറയുന്നത്. 84 ലക്ഷം വിവിധ തരം ജീവജാലങ്ങൾ ഈ ഭൂമിയിലുണ്ട്. അതിൻ്റെ ഉത്തുംഗ ശൃംഗത്തിൽ വിഹരിക്കുന്നവനാണ് മനുഷ്യൻ എന്നാണ് അവർ പറയുന്നത്. ആ ശ്രേഷ്ഠമായ മനുഷ്യജന്മമാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. എന്തിനു വേണ്ടി ആ ശ്രേഷ്ഠമായ മനുഷ്യജന്മം തന്നു? ഭഗവാനെ ഭജിക്കാൻ വേണ്ടി. മറ്റു ജീവികൾക്കൊന്നും അത് സാധ്യമല്ല എന്നാണ് പറയുന്നത്. സൃഷ്ട്വാ പുരാണി വിവിധന്യജയാത്മശക്തിയ വൃക്ഷാൻ സരീസൃപശൂൻ ഖഗദംശമത്സ്യാൻ തൈസ്ഥൈരതുഷ്ടഹൃദയ പുരുഷം വിധായ ബ്രഹ്മാവലോകധിഷണം മുദമാപദേവ. ബ്രഹ്മാവ് സൃഷ്ടി തുടങ്ങി. ഭാഗവത്തിൽ 11ാം സ്കന്ധത്തിൽ പറയുന്നതാണ്. സൃഷ്ട്വാ പുരാണി, വിവിധ പുരങ്ങൾ. നമ്മുടെ ശരീരം ഒരു പുരമാണ്. ആ പുരത്തിൽ ഈ ഭഗവാൻ പ്രകാശിച്ചുകൊണ്ടേയിരിക്കുന്നു. പുരുഷേതേ ഇതി പുരുഷ. എല്ലാവരുടെ പുരത്തിലും ആ ഭഗവാൻ ഇരിക്കുന്നു. വിവിധാനി, അനേകം പുരങ്ങൾ, 84 ലക്ഷം വിവിധ തരം ജീവജാലങ്ങൾ. എങ്ങനെയാണ് സാധിച്ചത്? ആത്മശക്തിയാ, ആത്മാവിൻ്റെ ശക്തി ഒന്നുകൊണ്ട് മാത്രം. ആത്മാവിനെ നമുക്കൊന്നും ചെയ്യാൻ സാധിക്കില്ല. എന്തൊക്കെയാണ് സൃഷ്ടിച്ചത്? വൃക്ഷാൻ, സസ്യവർഗങ്ങൾ, വൃക്ഷങ്ങൾ മുതലായി. സരീസൃപ പശുവിൻ, ഭൂമിയിൽ കൂടി പോകുന്നതായ ആ പാമ്പ്, മൃഗങ്ങൾ. ഖഗദംശമത്സ്യാൻ, ആകാശത്തിൽ കൂടി പറക്കുന്നതായ ആ പക്ഷികളും ആ വെള്ളത്തിലുള്ളതായ മീനുകളും എല്ലാം സൃഷ്ടിച്ചിട്ടും തൈസ്ഥൈരദുഷ്ടഹൃദയ, ബ്രഹ്മാവിന് സന്തോഷമായില്ല. പുരുഷം വിധായ, അപ്പോഴാണ് നമ്മളെ സൃഷ്ടിച്ചത്. സൃഷ്ടിച്ച ഉടനെ അദ്ദേഹത്തിന് മനസ്സിലായി ബ്രഹ്മാവലോകധിഷണം, ഇവൻ്റെ ഉള്ളിലിരിക്കുന്നതായ ഈ ബ്രഹ്മത്തിനെ അവലോകനം ചെയ്യാനുള്ള കഴിവ് ഇവനുണ്ട് എന്ന് മനസ്സിലായി. മുദമാപദേവ, ഭഗവാൻ സന്തോഷിച്ചു, പിന്നെ സൃഷ്ടിച്ചില്ല. അതുകൊണ്ടാണ് മനുഷ്യനാണ് എല്ലാ ജീവജാലങ്ങളുടെയും മുകളിൽ സ്ഥിതി ചെയ്യുന്നത്. അവന് മാത്രമേ വിവേകമുള്ളൂ. അതാണ് ഏതാണ് നിത്യം, ഏതാണ് അനിത്യം
എന്ന് മനസ്സിലാക്കി അനിത്യമാതിനെ തള്ളിക്കളയാനുള്ള കഴിവ് അവന് മാത്രമേ ഉള്ളൂ, ബാക്കിയുള്ള ജന്തുക്കൾക്കില്ല. പക്ഷേ അത്ര ശ്രേഷ്ഠമായ മനുഷ്യജന്മം കിട്ടിയിട്ടും ജനങ്ങൾ ഭഗവാനെ ഭജിക്കുന്നുണ്ടോ? ഇല്ല. ഈ ഉള്ളിലുള്ള പുരുഷനെ അറിയാൻ വേണ്ടിയുള്ള ശ്രമം ചെയ്യുന്നില്ല. ലബ്ധ്വാ സുദുർലഭമിതം, അത്യന്തം ദുർലഭമാണ് ദൈർഘ്യം. എപ്പോഴാണ് കിട്ടുന്നത്? ബഹുസംഭവാന്തേ, അനേകം ജന്മങ്ങൾക്ക് ശേഷം, അജമായിട്ടും ഗജമായിട്ടും, ഈച്ചയായിട്ടും പൂച്ചയായിട്ടും, മാനായിട്ടും മീനായിട്ടും, കാക്കയായിട്ടും കൊക്കായിട്ടും, എത്രയെത്ര രൂപങ്ങളിൽ ജന്മമെടുത്തു. അവന് ഈ ഭഗവാനെ സാക്ഷാത്കരിക്കാൻ സാധിച്ചില്ല. ബഹുസംഭവാന്തേ, ഒടുവിലാണ് ആ ബ്രഹ്മാവിൻ്റെ അനുഗ്രഹം കൊണ്ട് ഈ മനുഷ്യജന്മം കിട്ടിയത്. മാനുഷ്യം, മനുഷ്യ ശരീരം, മനുവിൽ നിന്ന് ജാതമായ ശരീരം, മനനം ചെയ്യാൻ കഴിവുള്ള ശരീരം. ഈ തത്വത്തിനെ നിരന്തരം മനനം ചെയ്യണം. ശാസ്ത്രങ്ങൾ സാധിച്ചാൽ പഠിച്ചോളൂ, നിർബന്ധമില്ല. നിരന്തരം ഈ തത്വത്തിനെ മനനം ചെയ്യൂ. അർത്ഥതം, അപ്പം അത് ആ പുരുഷാർത്ഥത്തിനെ തരുന്നു നമുക്ക്. ധർമാർത്ഥ കാമമോക്ഷങ്ങളെ ആ മനനം കൊണ്ട് നമുക്ക് നേടാൻ സാധിക്കുന്നു. പക്ഷേ ഈ മനുഷ്യ ശരീരം എങ്ങനെയാണ്? അനിത്യം. എന്നാ പോവാന്നറിയില്ല. ഇങ്ങനെ സംസാരിച്ചു കൊണ്ടിരിക്കുന്നു, കുഴഞ്ഞു വീഴുന്നു. പ്രാരബ്ധം അവസാനിക്കുമ്പോൾ ആ ജീവാത്മാവങ്ങ് പോകും. പക്ഷെ ആരാണോ ധീരൻ, അനിത്യമവീഹ ധീരഃ, ധീരനാവണം. നാം മലയാളത്തിൽ പറയുന്ന ധീരത്വമല്ല. ധിയം വിഷയേഭ്യ രാതി ഇത് ധീരഃ. ആര് തൻ്റെ ബുദ്ധിയെ വിഷയങ്ങളിൽ നിന്ന് പിടിച്ചുകൊണ്ടുവന്ന് ഉള്ളിലുള്ള ആത്മാവിൽ തന്നെ ഉറപ്പിച്ചിരുത്തുന്നുവോ അവനാണ് ധീരൻ. പ്രഹ്ലാദ ബാലനെ പോലെയുള്ള ധീരൻ, ധ്രുവനെ പോലെയുള്ളതായ ധീരൻ. അതുകൊണ്ട് ഹേ മനുഷ്യരെ, പൂർണ്ണം യതേത, നിങ്ങൾ പരിശ്രമിക്കൂ. ന പതേ അനുമൃത്യുയാവ്, നമ്മുടെ ഓരോരുത്തരെയും പിന്നാലെ ആ മൃത്യുദേവൻ ചുറ്റി നടക്കുന്നുണ്ട്. എപ്പോഴാണ് ആ കഴുത്തിന് പിടിച്ച് മുറുക്കുക എന്നറിയില്ല. എന്തിനു വേണ്ടി നമ്മൾ പരിശ്രമിക്കണം? മരിക്കാതിരിക്കാനാണോ? അല്ല, നിശ്രേയസായ, ആ നിശ്രേയസിനെ നേടൂ. നിതരാം ശ്രേയസ്. എപ്പോൾ ആ ഉള്ളിലിരിക്കുന്ന സച്ചിദാനന്ദ സ്വരൂപിനെ സാക്ഷാത്കരിക്കുന്നുവോ അതാണ് നിശ്രേയസ്. അത് ജീവിച്ചിരിക്കുമ്പോൾ തന്നെ നേടേണ്ടതാണ്. ആര് ജീവിച്ചിരിക്കുമ്പോൾ അത് നേടുന്നുവോ അവനാണ് ജീവൻ മുക്തൻ. രാമകൃഷ്ണദേവനെ പോലെ, രമണ മഹർഷിയെപ്പോലെ, ചട്ടമ്പി സ്വാമികളെ പോലെ, ശ്രീനാരായണ ഗുരുദേവനെ പോലെ ആ ഉള്ളിലിരിക്കുന്ന ആ പുരുഷനെ അറിയണം. നിശ്രേയസായ. അപ്പോൾ എന്തു ചെയ്യണം? നമ്മൾ ആഗ്രഹങ്ങളെ ചുരുക്കുക. ഭോഗ്യ വിഷയങ്ങൾ ഇവിടെ ധാരാളമുണ്ട്, അതിൽ മഗ്നരാവാതിരിക്കുക.
ഉള്ളിലുള്ള ആത്മാവിനെക്കുറിച്ച് നിരന്തരം ചിന്തിച്ച് ആ ആത്മാവാണ് ഇതാ പുറത്ത് പല രൂപങ്ങളിൽ, നാനാരൂപങ്ങളിൽ പ്രകാശിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന് ആ ലോകത്തിനെ മുഴുവൻ വിരാട് പുരുഷനായി കണ്ടുകൊണ്ട് ആ നിശ്രേയസിനെ നേടാൻ നമ്മൾ ഓരോരുത്തരും ശ്രമിക്കണം. നമ്മൾ എന്തൊക്കെ പറഞ്ഞാലും ജനങ്ങൾ ഈ വഴിക്ക് വരുന്നില്ല. കാരണം ഇതിൽ പെട്ടെന്ന് സുഖം കിട്ടുന്നില്ല. ലൗകിക വിഷയങ്ങളിൽ പെട്ടെന്ന് സുഖം കിട്ടുന്നു. ഞാൻ എടുത്തു പറയേണ്ട ആവശ്യമില്ലല്ലോ. ഇതിൽ വളരെ ബുദ്ധിമുട്ടിയാണ് ആ സുഖം. സുഖം എന്ന് പറയുന്നത് ബ്രഹ്മാനന്ദം. സുദർശൻ കൃഷ്ണിയും 12,000 ദിവ്യ സംവത്സരമാണ് തപസ് ചെയ്തത്. എന്നിട്ടാണ് അവർക്ക് ഭഗവാനെ ദർശിക്കാൻ സാധിച്ചത്. ഒന്ന് ആലോചിച്ച് നോക്കുക. അനേകം ഭക്തജനങ്ങൾക്ക് അതുപോലെ വളരെ കാലം ഭഗവാനെ തപസ് ചെയ്യേണ്ടതായിട്ട് വന്നു. ധ്രുവന് മാത്രമാണ് അതിൽ നിന്ന് വ്യത്യസ്തം. എന്തുകൊണ്ട്? ഭഗവാൻ നല്ലവണ്ണം അറിയാം ധ്രുവന് ആ ഉത്തമനേക്കാളും ശ്രേഷ്ഠമായൊരു രാജാവാകണം എന്നുള്ളതായ ഒരാഗ്രഹം മനസ്സിലുണ്ട് എന്ന് ഭഗവാൻ അറിയാം. അതുകൊണ്ടാണ് നീ 36,000 വർഷം സുഖമായി രാജ്യം ഭരിച്ച് ഇരിക്കുകയെന്ന് അനുഗ്രഹിച്ചത്. ധ്രുവൻ പിന്നീട് സങ്കടപ്പെടുകയാണ് ചെയ്തത്. ആ ഭഗവാൻ മുമ്പിൽ വന്നിട്ടും ഞാൻ മോക്ഷത്തെക്കുറിച്ച് ചോദിച്ചതേ ഇല്ലല്ലോ ഭഗവാനെ എന്ന്. അപ്പോൾ ഈ മനുഷ്യജന്മം എത്ര ശ്രേഷ്ഠമാണെന്ന് എത്ര പറഞ്ഞാലും മതിയാവില്ല. ഭാഗവതം ആദ്യം തൊട്ട് അവസാനം വരെ അത് തന്നെയാണ് പറയുന്നത്. പല സ്ഥലത്തും പറയുന്നു. അത് ഏകാശസ്കന്ധത്തിൽ ഏകദേശം ഒരേ സ്ഥലത്തുണ്ടെന്ന് പറയാം. നിർദേഹമാദ്യം സുലഭം സുദുർലഭം. ഈ മനുഷ്യ ശരീരം ഇതാദ്യം തന്നെയുള്ളത്. ഇതിലാണ് ഭഗവാൻ ഇരിക്കുന്നത്. ഭഗവാൻ ആദ്യനാണ്. ഭഗവാൻ അന്യനായിട്ട് ആരുമില്ല. അപ്പോൾ നമ്മളൊക്കാരാണ്? ആ ഭഗവാൻ തന്നെ. അറിയുന്നില്ല. നിർദേഹമാദ്യം സുലഭം സുദുർലഭം. അത്യന്തം ദുർലഭമായിട്ടുള്ള ഈ മനുഷ്യ ശരീരത്തിനെ നമ്മൾ ഓരോരുത്തരും നേടി. പ്ലവം സുകൽപ്പം ഗുരുകർണധാരം. ഈ ശരീരം ഇതൊരു കപ്പൽ പോലെയാണ്. സംസാരസാഗരത്തിനെ തരണം ചെയ്യാനുള്ള ഒരു കപ്പൽ. ഗുരുകർണധാരം. ഗുരു തന്നെ അതിൻ്റെ കപ്പിത്താനായിട്ട് വന്നിരിക്കുന്നു. ചിന്മയാനന്ദ ഗുരു അവിടെ തന്നെ നോക്കിക്കൊണ്ടേയിരിക്കുന്നു. മയാനുകൂലേന നഭസ്വതേരിതം. ഭഗവാൻ തന്നെ അനുകൂല വായുവായിട്ട് നമ്മളുടെ ഈ കപ്പലിനെ അക്കരയിലേക്ക് എത്തിക്കുന്നു. എന്നിട്ടും ഭൂമാൻ ഭവാബ്ധിന്ന തരേത്. ഏതൊരു മനുഷ്യനാണോ ഈ സംസാര സാഗരത്തിനെ തരണം ചെയ്യാതെ സ ആത്മഹ, അവനാണ് ആത്മഹത്യ ചെയ്യുന്നത്. അതാണ് ആത്മഹത്യ. ഹേ ഭഗവൻ, ഈ വിധത്തിൽ മനുഷ്യശരീരത്തിൻ്റെ ആ മാഹാത്മ്യത്തെക്കുറിച്ച് എത്രയെത്ര കേട്ടാലും മനസ്സിലാക്കാത്ത മനുഷ്യരാണ് ഇന്ന് ഭൂമിയിൽ അധികവുമുള്ളത്. എന്തുകൊണ്ട്? അവർ ഈ ലൗകിക വിഷയങ്ങളിൽ തൽപരരാണ്. അതിൽ നിന്ന് മനസ്സിനെ ഇങ്ങോട്ട് കൊണ്ടുവരാൻ വേണ്ടിയാണ് നമ്മൾ ഈ വിധത്തിലുള്ളതായ നാരായണീയ പാരായണങ്ങൾ, ഭാഗവത പാരായണങ്ങൾ മുതലായതെല്ലാം നടത്തുന്നത്. വലുതായിട്ട് നമ്മൾ ഒന്നും വായിക്കാനില്ലെങ്കിലും ഭഗവാന്റെ മാഹാത്മ്യം അറിയാൻ വേണ്ടി
ഏതെങ്കിലും ഒരു ശാസ്ത്രം നോക്കുന്നത് നല്ലതാണ്. ഏതെങ്കിലും ഒരു ശാസ്ത്രം. രാമായണമെങ്കിൽ രാമായണം, ഭഗവത്ഗീത മനസ്സിലാക്കാന്നുണ്ടെങ്കിൽ അത്, അല്ലെങ്കിൽ ഭാഗവതം, അല്ലെങ്കിൽ അതിനെ സംഗ്രഹിച്ച നാരായണീയം, ഏതെങ്കിലും ഒന്ന് നോക്കാം. ആചാര്യൻ തന്നെ പറയുന്നു, അനന്തശാസ്ത്രം. എത്ര ശാസ്ത്രങ്ങൾ അനന്തമാണ്. ആ ശാസ്ത്രങ്ങളിലെല്ലാം ബഹുവേദിതവ്യം, വളരെ അറിയാനുണ്ട്. അതിനുള്ള ആയുസ് നമുക്കുണ്ടോ? അല്പശ്ചകാലോ. 100 വയസ്സാണ് നമുക്ക് ഓരോരുത്തർക്കും ഭഗവാൻ തന്നിരിക്കണേ. ആ 100 വയസ്സ് തന്നെ നമ്മൾ തികഞ്ഞിരിക്കുന്നുണ്ടോ? ഇല്ല. അധികം പേരും അതിന് മുമ്പ് പോകുന്നു. ഇനി ഇരിക്കുന്നു തന്നെ വിചാരിക്കുക. ബഹവശ്ച വിഘ്നാഹ. അതിനുവേണ്ടി പരിശ്രമം തുടങ്ങിയാൽ എന്തെല്ലാം. ഭഗവാനെ ഭജിക്കാൻ തുടങ്ങിയാൽ മറ്റുള്ളവർ, വീട്ടിലുള്ളവർ തന്നെ ആദ്യം പറയും, ഓ ഇപ്പോൾ ഭഗവാനെ ഭജിച്ച് വലിയ ആളാവാൻ പോവുകയാണ്. ഇതിനാരും, ഈ മാഹാത്മ്യത്തിനെ ആരും അംഗീകരിക്കുന്നില്ല. എന്തുകൊണ്ട്? ഇത് കാണാത്ത ഒന്നിനെ നമ്മൾ കണ്ടുപിടിക്കാൻ വേണ്ടി ശ്രമിക്കുകയാണ്, നേടാൻ വേണ്ടി ശ്രമിക്കുകയാണ്. അതുകൊണ്ട് ആചാര്യൻ പറയുന്നു, യത് സാരഭൂതം തതുപാസിതവ്യം. നിങ്ങളെല്ലാം ഒന്നും വായിക്കാൻ നിൽക്കണ്ട. ആചാര്യൻ, ഏതെങ്കിലും ഒരു ആചാര്യനെ ആശ്രയിക്കാമല്ലോ. ആചാര്യൻ ഏതാണ് ശ്രേഷ്ഠമായിട്ട് ഉള്ളത് എന്നൊന്ന് പറയുന്നത്, അതൊന്ന് എടുക്കുക. യത് സാരഭൂതം. അപ്പോൾ നാരായണീയമാണ് ശ്രേഷ്ഠം എന്ന് പറഞ്ഞാൽ അതെടുക്കുക. എല്ലാ ഉപനിഷത്തുകളുടെയും സാരമായി ഭവിച്ചിട്ടുള്ളത്. ഉപനിഷത്തുകളുടെ സാരം എന്താണ്? ബ്രഹ്മം, നമ്മുടെ ഉള്ളിലുള്ള ആ പുരുഷൻ. തതുപാസിതവ്യം. അതിനെ ഉപാസിക്കൂ. സാധിക്കുമെങ്കിൽ പുസ്തകങ്ങൾ വായിക്കൂ, അല്ലെങ്കിലോ ഉപാസന നിരന്തരം ധ്യാനിക്കുക, നിരന്തരം ധ്യാനിക്കുക. രാവിലെ എണീച്ച് രാത്രി കിടക്കുന്നത് വരെ ധ്യാനിക്കുക. എന്തെല്ലാം ഞാൻ ചെയ്യുന്നുവോ അതെല്ലാം ആ തത്വത്തിനുള്ളതായ സമർപ്പണമായിട്ട് കണക്കാക്കുക. എന്തെല്ലാം ഞാൻ അനുഭവിക്കുന്നുവോ അതെല്ലാം ആ തത്വത്തിന് സമർപ്പിച്ച് ഞാൻ അനുഭവിക്കുന്നു. ഏത് വിധത്തിലാണ് നമ്മൾ ഉപാസിക്കേണ്ടത്? ഹംസോ യഥാ ക്ഷീരമിവാംബു മിശ്രം. അരയന്നത്തിന് പാലും വെള്ളവും ചേർത്ത് വെച്ച് കൊടുത്താൽ വെള്ളത്തിനെ തള്ളി പാല് സ്വീകരിക്കും, അത്രേ. നമുക്കറിയില്ല അതിൻ്റെ തത്വം എന്താണ്. അതാണ് ഈ കാണുന്ന പ്രപഞ്ചം നിത്യനായ ഭഗവാനും അനിത്യമായ വിഷയങ്ങളുമായിട്ട് ചേർന്നിരിക്കുന്നതാണ്. അനിത്യമായ വിഷയങ്ങളാണ് ലോകത്തിൻ്റെ മുഴുവൻ. ഭഗവാന്റെ ശക്തിയായ, ശക്തി സ്വരൂപിണിയായ മായയാണ് അതുണ്ടാക്കി കാണിക്കുന്നത്. അതിൽ നമ്മൾ അധികം അതിൽ വ്യാപരിക്കരുത്. അത് വേണ്ട എന്ന് പറയാൻ സാധിക്കില്ല. എന്തുകൊണ്ട്? ഈ ശരീരത്തിനെ നിലനിർത്തണമല്ലോ. അപ്പം അത് വേണം, പക്ഷെ ആവശ്യത്തിന് മാത്രം. അപ്പം ആവശ്യത്തിന് മാത്രം ആ വിഷയങ്ങളെ അനുഭവിച്ച് ഉള്ളിലിരിക്കുന്ന ആ സച്ചിദാനന്ദ സ്വരൂപനെ നമ്മൾ നേടാൻ വേണ്ടി ശ്രമിക്കണം. അപ്പോൾ അനിത്യമായതിനെയെല്ലാം തള്ളിക്കളയണം. നിത്യനായതെന്തോ അതിനെ സ്വീകരിക്കണം. നിത്യനായതാരാണ്? ഭഗവാൻ മാത്രം. ഇപ്പോൾ ആ ഭഗവാൻ നമ്മുടെ എല്ലാവരുടെയും ഉള്ളിൽ പ്രകാശിക്കുന്നു. അതുകൊണ്ട് എനിക്ക് സംസാരിക്കാൻ സാധിക്കുന്നു, നമുക്ക് എല്ലാവർക്കും കേൾക്കാൻ സാധിക്കുന്നു. അനേകം കർമ്മങ്ങൾ നമ്മൾ ചെയ്യുന്നു. അതിനൊക്കെ ഉള്ളതായ ശക്തി ആ ഭഗവാൻ നമുക്ക് നൽകിക്കൊണ്ടേയിരിക്കുന്നു.
എപ്പോൾ അത് പോയോ, ആ ശക്തി പോയോ, പിന്നെ നമുക്കൊന്നും ചെയ്യാൻ സാധ്യമല്ല. അപ്പോൾ അത് പോകുന്നതിന് മുമ്പ് തന്നെ അനിത്യമായതിനെ മെല്ലെ മെല്ലെ തള്ളി നിത്യനായതിനെ ആശ്രയിക്കാൻ നമ്മൾ ഓരോരുത്തരും ശ്രമിക്കണം. അപ്പോഴാണ് നമ്മുടെ ജീവിതം ധന്യമാകുന്നത്. നമ്മുടെ ജീവിതം മാത്രമല്ല, ആരൊക്കെ നമ്മുടെ കൂടെയുണ്ടോ, മക്കളുടെ മക്കൾ, ചിലപ്പോൾ അവരുടെയും മക്കൾ കൂടെ ഉണ്ടാവാം. ചിലവർക്ക് 4ാമത്തെ തലമുറ ഉണ്ടായി എന്ന് വരാം. അവരെയൊക്കെ ഈ മാർഗത്തിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി നമ്മൾ ശ്രമിക്കണം. എന്തുകൊണ്ട്? ഇതുമാത്രമാണ് ശ്രേഷ്ഠമായ മാർഗം. മറ്റതൊക്കെ നമ്മളെ നാശത്തിലേക്ക് കൊണ്ടുപോകുന്നതാണ്. സ്വർഗമെന്ന് പറയുന്നത് പോലും തൽക്കാലത്തെ ഒരു സുഖമെന്ന് മാത്രമേ ഉള്ളൂ. അവിടെ നമുക്ക് ഇങ്ങോട്ട് വരണ്ടേ? ക്ഷീണീ പുണ്യേ മർത്യലോകം വിശന്തി. ഇവിടെ നേടിയതായ ആ പുണ്യം അനുഭവിച്ചു കഴിഞ്ഞാൽ വീണ്ടും ഈ മനുഷ്യലോകത്തിലേക്ക് എല്ലാവർക്കും വരണം. അപ്പം നിത്യനായിരിക്കുന്ന ആ ഭഗവാനെ സാക്ഷാത്കരിക്കാൻ വേണ്ടി നമ്മൾ ഓരോരുത്തരും നിത്യേന ശ്രമിക്കണം. എപ്പോഴെങ്കിലുമല്ല, നിത്യേന. നമ്മുടെ ക്ലാസ്സുകളൊക്കെ ആഴ്ചയിൽ 1 മറ്റാണ്, മതി, പോരായില്ല. അല്ലാത്ത സമയങ്ങളിൽ നമ്മൾ ഓരോരുത്തരും തന്നെത്താനെ ഇരുന്ന് ആ ഹൃദയസ്ഥിതനായ ഭഗവാനെ ധ്യാനിക്കാൻ നമ്മൾ ശ്രമിക്കണം. അതിന് തടസ്സമായിട്ട് നിൽക്കുന്നത് ഈ കാലം തന്നെയാണ്, വിഷയങ്ങളാണ്, അനന്തമാണ് ഇവിടെ വിഷയങ്ങൾ. അപ്പോൾ അതിനെയൊക്കെ മാറ്റി നിർത്തി ഇതിനെ സാക്ഷാത്കരിക്കാൻ വേണ്ടി. എന്താ സാക്ഷാത്കാരം? സാക്ഷാത്തായിട്ട് അറിയുക, സാക്ഷാത്തായിട്ട് അനുഭവിക്കുക. ആ ഭഗവാന്റെ സ്വരൂപം എന്താണ്? സച്ചിദാനന്ദമാണ്. സാന്ദ്രാനന്ദാവബോധാത്മകം. സാന്ദ്രമായ ആനന്ദത്തിൻ്റെയും ജ്ഞാനത്തിൻ്റെയും സ്വരൂപമാണത്. ആ സ്വരൂപത്തിൽ സ്ഥിതി ചെയ്യാൻ സാധിക്കണം. രമണ മഹർഷിയും മറ്റും സ്ഥിതി ചെയ്തതുപോലെ ആ ഗൃഹത്തിൽ നിന്ന് 10-14 വയസ്സിൻ്റെ ഉള്ളിൽ ഇറങ്ങിത്തിരിച്ചു. പിന്നെ അങ്ങോട്ട് പോയിട്ടേ ഇല്ല. അമ്മയെ കാണാൻ പോലും പോയിട്ടില്ല. എന്തുകൊണ്ട്? ഈ ഉള്ളിലുള്ള തത്വത്തിനെ നിരന്തരം മനനം ചെയ്തു. അരുണാചലത്തിലെ ഗുഹകളിൽ മാറി മാറി ഓരോ ഗുഹകളിൽ ഇരുന്ന് ആ തത്വത്തിനെ മനനം ചെയ്ത് എപ്പോഴും ആ തത്വത്തെക്കുറിച്ച് തന്നെ ആലോചിച്ചുകൊണ്ട്, മറ്റൊന്നും ഇല്ല. അദ്ദേഹം സാക്ഷാത്കരിച്ചുവെങ്കിലും എപ്പോഴും പറയുന്നതാണ്, അന്വേഷിക്കൂ, ഞാൻ ആരാ. നമ്മൾ ഓരോരുത്തരും ആ തത്വം തന്നെയാണ്, ആ സച്ചിദാനന്ദ തത്വം തന്നെയാണ്. പക്ഷേ അറിയുന്നില്ല. അതിനു വേണ്ടി നമ്മൾ ഓരോരുത്തരും പരിശ്രമിക്കണം. അതിന് ഏതാണ് ശ്രേഷ്ഠമായ ഗ്രന്ഥത്തിനെ നമ്മൾ ആശ്രയിക്കേണ്ടത് എന്നുള്ള കാര്യത്തിൽ പല ആചാര്യന്മാർ പല വിധത്തിൽ പറയും. നമ്മൾ അതൊന്നും അത്ര കാര്യമായിട്ട് എടുക്കേണ്ട ആവശ്യമില്ല. അവതാരപുരുഷനായ ശ്രീകൃഷ്ണ ഭഗവാൻ എന്ന് പറഞ്ഞു, അത് സ്വീകരിക്കാമല്ലോ. ദ്വാപരയുഗത്തിൻ്റെ അവസാനത്തിൽ തൻ്റെ ലീലകളെല്ലാം മാറ്റി എല്ലാം അവസാനിപ്പിച്ച് തൻ്റെ ധാമത്തിലേക്ക്, വൈകുണ്ഠത്തിലേക്ക് പോകാൻ വേണ്ടി ഭഗവാൻ പുറപ്പെട്ടു. അപ്പോഴാണ് ഭഗവാൻ അറിയാം, ഭഗവാൻ പോയി കഴിഞ്ഞാലോ ഉടനെ ആ സമുദ്രം ദ്വാരകയെ ആക്രമിക്കും. അപ്പോൾ താൻ തൻ്റെ പിതാവ് ഭജിച്ചുകൊണ്ടിരിക്കുന്നതായ ഒരു മനോഹര ദിവ്യ വിഗ്രഹം അവിടെയുണ്ട്, അതൊരിക്കലും നശിക്കാൻ പാടില്ല
എന്ന് പറഞ്ഞ് വായുദേവനെയും ബൃഹസ്പതിയെയും സ്മരിച്ച് അവരോട് ആ വിഗ്രഹത്തിനെ എടുത്തുകൊണ്ട് പോയി പ്രതിഷ്ഠിക്കാൻ പറഞ്ഞു. നല്ല സ്ഥലം നോക്കി പ്രതിഷ്ഠിക്കും. എപ്പോൾ താൻ പോകുന്നുവോ അപ്പോൾ കലികാലം തുടങ്ങുകയാണ്. ഭഗവാൻ ഈ ഭൂമിയിൽ നിന്ന് വിട്ട നിമിഷം കലികാലമാണ്. അപ്പോൾ വ്യാസരെ സ്മരിച്ചു. ഹേ വ്യാസരെ, എപ്പോൾ ഞാൻ പോകുന്നുവോ അപ്പോൾ കലി തുടങ്ങുന്നു. കലികാലത്തും പാരായണം ചെയ്യാൻ ഏറ്റവും നല്ല ശാസ്ത്രം അങ്ങയുടെ ഭാഗവതം തന്നെയാണ്, ഒരു സംശയമില്ല. ഭഗവാന്റെ വാക്കുകളാണ്. എല്ലാ ശാസ്ത്രങ്ങളിലും വെച്ച് ശ്രേഷ്ഠം ഭാഗവത ശാസ്ത്രം തന്നെ. പക്ഷെ എന്താ ദോഷം? കലികാലത്ത് അത് വായിക്കാൻ കഴിവുള്ള ആൾക്കാർ കുറവായിരിക്കും, അർത്ഥം മനസ്സിലാക്കാൻ കഴിവുള്ളവർ കുറവായിരിക്കും, വായിക്കാൻ സമയമുള്ളവർ കുറവായിരിക്കും. അതുകൊണ്ടാണ് അങ്ങൊരു കാര്യം ചെയ്യണം, ഈ 18,000 ഗ്രന്ഥങ്ങളുള്ളതായ ഭാഗവത്തിനെ ഒന്ന് ചുരുക്കൂ. 1000 ശ്ലോകം. ഒന്നും വേണ്ടിയില്ല. തല ചൊറഞ്ഞുകൊണ്ട് നിന്നു. ഭഗവാൻ മനസ്സിലായി, ഇപ്പോൾ വേണ്ട. ഇവിടുന്ന് 4500 കൊല്ലം കഴിയുന്ന ആ സമയത്ത് എൻ്റെ അനുഗ്രഹം കൊണ്ട് അങ്ങ് ജനിക്കും, വീണ്ടും ജനിക്കും, ബ്രാഹ്മണ കുലത്തിൽ തന്നെ ജനിക്കും, ഈ തത്വങ്ങളെല്ലാം നല്ലവണ്ണം മനസ്സിലാക്കും. ചെറുപ്പത്തിൽ തന്നെ വാതരോഗം ബാധിച്ച് എൻ്റെ ക്ഷേത്രത്തിൽ വധിക്കാൻ വരും. അപ്പം ചെയ്താൽ മതി. അന്ന് ഗുരുവായൂർ ക്ഷേത്രം വന്നിട്ടില്ല, വരാൻ പോണേന്ന്. അങ്ങനെ ഭഗവാൻ പോയി. അപ്പോൾ വേദവ്യാസ ഭഗവാൻ തന്നെയാണ് മേൽപ്പത്തൂർ നാരായണ ഭട്ടതിരിയായി വന്നത്. നമുക്കെല്ലാവർക്കും ഉറപ്പിക്കാം. ഭഗവാന്റെ വാക്കുകളാണ്. എവിടുന്ന് നമ്മൾ അറിഞ്ഞു? ഈ നാരായണീയത്തിൻ്റെ മാഹാത്മ്യത്തെക്കുറിച്ചുള്ളതായ ഒരു പുസ്തകം നമുക്ക് അടുത്ത കാലത്ത് ആ ഉറവങ്കര അച്യുതൻ നമ്പൂരിയുടെ ഇല്ലത്ത് നിന്ന് കിട്ടുകയുണ്ടായി. ഉച്ചയ്ക്ക് വരുന്നുണ്ടല്ലോ അദ്ദേഹം, അച്യുതൻ നമ്പൂരി പുഷ്പാഞ്ജലി സ്വാമിയാരായിട്ട് ഇപ്പോൾ ഇരിക്കുന്നു. അദ്ദേഹത്തിൻ്റെ ഇല്ലത്തു നിന്നും കിട്ടിയതായ ആ ഗ്രന്ഥം നാരായണീയ മാഹാത്മ്യം, അതിൽ പറഞ്ഞിട്ടുള്ളതാണിത്. ശ്രീകൃഷ്ണ ഭഗവാൻ പറഞ്ഞതനുസരിച്ച് വ്യാസൻ തന്നെയാണ് മേൽപ്പത്തൂർ നാരായണ ഭട്ടതിരിയായിട്ട് വന്നിരിക്കുന്നത്. അപ്പോൾ ആ നാരായണീയം ആർക്ക് ഭാഗവതം വായിക്കാനും അർത്ഥം മനസ്സിലാക്കാനും ബുദ്ധിമുട്ടുണ്ടോ, നാരായണത്തിനെ ആശ്രയിക്കും. അത് മാത്രം മതി. മേൽപ്പത്തൂർ ഇല്ലം തിരുനാവായിക്ക് 5-6 കിലോമീറ്റർ മുകളിലായിട്ട് അടുത്തായിട്ടാണ് വരുന്നത്. മാതൃദത്തൻ ഭട്ടതിരിപ്പാടിൻ്റെ മക്കൾ 3 പേര്, ദാമോദരൻ, നാരായണൻ, മാതൃദത്തൻ. ഭഗവാൻ തന്നെ പറഞ്ഞു, എൻ്റെ പേര് തന്നെ അങ്ങേക്ക് കിട്ടും, നാരായണൻ. ഒരു ഭാഗവത അന്തരീക്ഷമായിരുന്നു ആ ഗൃഹത്തിൽ മുഴുവൻ. അതുകൊണ്ട് ഒരു 12ാമത്തെ വയസ്സാകുമ്പോഴേക്ക് ഭാഗവതം മുഴുവൻ ഹൃദിസ്ഥമാണെന്നാണ് പറയുന്നത്. അങ്ങനെയുള്ള അദ്ദേഹം പല സഭകളിലും ഒക്കെ പങ്കെടുത്ത് ശേഷനായി 20ാമത്തെ വയസ്സായപ്പോഴാണ് അച്യുത പിഷാരരുടെ മരുമകളെ കാണുന്നു. അവിടെ രാകൃഷ്ണനായി മാളുപിഷാരസിയാർ അച്യുത പിഷാരരുടെ സമ്മതപ്രകാരം അവിടെ വിവാഹം ചെയ്യുന്നു. എപ്പോൾ വിവാഹം കഴിഞ്ഞുവോ അതുവരെ പല ശാസ്ത്രങ്ങളും പഠിച്ച് ശാസ്ത്രങ്ങളെക്കുറിച്ച് പ്രഭാഷണം ചെയ്ത് നടന്നിരുന്ന ആള് പിന്നെ പുറത്തിറങ്ങുന്നില്ല. ഭോഗലാലസ ജീവിതമാണ് നയിച്ചത്. അച്യുത പിഷാരുടെ വീട്ടിലാണ് താമസം. അച്യുത പിഷാരടിയോ അനേകം കുട്ടികളെ പഠിപ്പിക്കുന്ന ആളാണ്, വൈദ്യരാണ് അദ്ദേഹം.
ജ്യോത്സ്യരാണ്, സംസ്കൃത പണ്ഡിതനാണ്. അനേകം കുട്ടികൾ ദിവസവും രാവിലെ അദ്ദേഹത്തിൻ്റെ ഗൃഹത്തിലെത്തും. ആ വീട്ടിൻ്റെ മുമ്പിൽ വലിയൊരു കോലായ ഒരു തളം, അതിൽ ഈ കുട്ടികളിരുന്ന്, അന്ന് ഈ മേശയൊന്നുമില്ലല്ലോ, അപ്പം കിടന്ന് തന്നെ എഴുതുകയും വായിക്കുകയൊക്കെ വേണം. അവരെല്ലാവരും ആ തളത്തിൽ അങ്ങനെ ഇരിക്കും. അങ്ങനെ ഇരിക്കുമ്പോൾ ഒരു 8 മണിയാകുമ്പോഴാണ് നമ്മുടെ കഥാനായകൻ മെല്ലെ ഇറങ്ങി വരുന്നത്. ഇത് അച്യുതപിഷാരടി കണ്ടു. ഈ കുട്ടിയുടെ ജ്ഞാനത്തിനെക്കുറിച്ച്, കഴിവിനെക്കുറിച്ച് നല്ലവണ്ണം അറിയുന്ന ആളാണ് അച്യുതപിഷാരടി. എന്താ ഞാൻ ചെയ്യേണ്ടത് എന്ന് അദ്ദേഹം മനസ്സിൽ വിചാരിച്ചു. ഇങ്ങനെ ചെയ്യരുത് എന്ന് പറയാൻ ധൈര്യമില്ല. തൻ്റെ മരുമകളെ ഉപേക്ഷിച്ച് പോയാലോ, ആ ഭയം. അതിന് കുറച്ച് മാസങ്ങൾ കഴിഞ്ഞു. നാരായണൻ രാവിലെ 8 മണിക്ക് തന്നെ എഴുന്നേൽക്കാറുണ്ട്. അങ്ങനെ ഒരു ദിവസം ആ 8 മണിയോടുകൂടി ഇറങ്ങി വരുമ്പോൾ കുട്ടികളെല്ലാവരും ഓരോന്ന് എഴുതി പഠിച്ചുകൊണ്ടിരിക്കുന്നു. അവരുടെ ഇടയിൽ കൂടി കാല് വയ്ക്കാൻ സ്ഥലമില്ല. തത്തക പിത്തക അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാം മാറി വെച്ച് പുറത്തേക്ക് ഇറങ്ങണം. ഇത് കണ്ടപ്പോൾ അച്യുതപിഷാരടിക്ക് സഹിച്ചില്ല. ഒരു ആത്മകഥം എന്ന പോലെ ഉറക്കെ ഇങ്ങോട്ട് പറഞ്ഞു. ആത്മകഥം മെല്ലെ മനസ്സിൽ വിചാരിക്കേണ്ടതാണ്. ഇത് ഉറക്കെ പറഞ്ഞു. നല്ലൊരു ബ്രാഹ്മണ ജന്മം കിട്ടിയിട്ട് ഇങ്ങനെ പാഴാക്കുന്നുവല്ലോ എന്ന് എവിടേക്കോ നോക്കി പറഞ്ഞു. കുട്ടി കേട്ടു, ഒന്നും വേണ്ടിയില്ല. നേരെ പോയി നദിയിൽ പോയി കുളി കഴിഞ്ഞ് ആ ഈറൻ മുണ്ട് തന്നെ, ഈറൻ തോർത്ത് തന്നെ ഉടുത്ത് വന്ന് ആ ഗുരുവിനെ നമസ്കരിക്കുകയാണ്. ഗുരുവിൻ്റെ ആ നമസ്കരിക്കുന്ന ആ സമയത്ത് അദ്ദേഹം ഒരു ശ്ലോകം, അതിൻ്റെ ഉള്ളിലൊരു ശ്ലോകം ഉണ്ടാക്കിയാണ് വന്നത്. മഗ്നം മഹാമോഹമയേ മഹാബ്ദൗ മന്ദം മദാത്മൻ മമതാകുലേന കൃപാപയോധേ മനസോദ്ധരാമും കൃത്തോടുപം ജ്ഞാനമയം പ്രപന്നം. ഹേ ഗുരു, ഞാൻ ഒന്നും മനസ്സിലാക്കാതെ, ജീവിതം എത്ര ശ്രേഷ്ഠമാണെന്നുള്ളത് അറിയാതെ ജീവിതത്തിൽ ഭോഗലാലസമായ ജീവിതം നയിച്ചല്ലോ, മന്ദനായി പോയല്ലോ, മൂഢനായി പോയല്ലോ. പക്ഷെ അങ്ങേക്ക് എന്നിൽ സ്നേഹമുണ്ടെന്ന് ആ വാക്ക് കേട്ടപ്പോൾ എനിക്ക് മനസ്സിലായി. മമതാകുലേന, അങ്ങേക്ക് എന്നിൽ കൃപയുണ്ട്, കൃപാപയോധേ, അങ്ങനെ ഉദ്ധരിക്കണം. എങ്ങനെ? കൃത്തോടുപം ജ്ഞാനമയം, ജ്ഞാനമയമാകുന്ന ഒരു തോണി ഉണ്ടാക്കി അതിൽ എന്നെ ഇരുത്തി അക്കര ഈ സംസാരസാഗരത്തിനെ കത്തിത്തരാൻ സഹായിക്കണേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് അച്യുതപിഷാരടിയുടെ സന്തോഷം ഒന്ന് ആലോചിച്ച് നോക്കൂ. തൻ്റെ വാക്കുകളെ തെറ്റായി വ്യാഖ്യാനിക്കുമോ കുട്ടി എന്ന് വിചാരിച്ചതാണ്. പക്ഷേ ശരിയായ തന്നെ എടുത്തു. ഒരു ഭാര്യ എടുത്തു, മാറോട് ചേർത്ത് പിടിച്ചു, നെറുകയിൽ ചുംബിച്ചു. ഞാൻ തന്നെ ഇതാ ശിഷ്യനായി വരിക്കുന്നു. അങ്ങനെ ശിഷ്യനായി സ്വീകരിച്ചു. പാണിനീയ വ്യാകരണം പഠിച്ചിട്ടില്ല. ആ പാണിനീയ വ്യാകരണമാണ് അച്യുതപിഷാരടി 7 കൊല്ലക്കാലം പഠിച്ചു. പണ്ടുണ്ടായിരുന്ന നാരായണനല്ല. ഒന്നിനും ചിന്തയില്ല. ആഹാരത്തിൻ്റെ കാര്യത്തിൽ പോലും വലിയ ചിന്തയില്ലാതെ, ഉറക്കത്തിൻ്റെ കാര്യത്തിൽ പോലും വലിയ ചിന്തയില്ലാതെ എപ്പോഴും പഠിപ്പ് തന്നെയായിരുന്നു. അങ്ങനെ ആ വ്യാകരണം ആ അച്യുതപിഷാരടിയിൽ നിന്ന് അങ്ങനെ പഠിച്ചതുകൊണ്ടാണ് പിന്നീട് അനേകം വർഷങ്ങൾ കഴിഞ്ഞിട്ടാണ് പ്രക്രിയാസർവസ്വം എന്നു പേരായ
ഒരു ഗ്രന്ഥം അദ്ദേഹത്തിന് എഴുതാൻ സാധിച്ചു. അത് വ്യാകരണ ഗ്രന്ഥം ക്രിയകളെക്കുറിച്ചുള്ളതാണ്. നാരായണ ഭട്ടതിരിക്ക് ഏകദേശം 27 വയസ്സാവുന്നു. ഈ സമയത്താണ് അച്യുത പിഷാരടിയെ വാതരോഗം ബാധിച്ചത്. അദ്ദേഹം വൈദ്യരാണ്, മരുന്നുകൾ കഴിച്ചു നോക്കി, ഭേദമാവുന്നില്ല. അപ്പോൾ ഇത് പൂർവ്വജന്മത്തിലെ ദുരിതങ്ങളാണ് എന്ന് മനസ്സിലാക്കി. ജ്യോത്സ്യനുമാണല്ലോ, അത് മനസ്സിലാക്കി. അപ്പോൾ അവിടെ പ്രായശ്ചിത്ത കർമ്മങ്ങൾ ചെയ്യാൻ വിധിച്ചിട്ടുണ്ട്. കർമ്മവിഭാഗദാനം എന്നൊരു പ്രായശ്ചിത്ത കർമ്മമുണ്ട്. ആ പ്രായശ്ചിത്ത കർമ്മം ചെയ്യാൻ തീർച്ചയാക്കി. അതിൽ എന്താ ചെയ്യുക? ഇദ്ദേഹത്തിൻ്റെ ദുരിതത്തിനെ ആവാഹിച്ച് വേറൊരാൾക്ക് കൊടുക്കുകയാണ്. അതാണ് കർമ്മവിഭാഗദാനം. മേടിക്കാൻ ആളുണ്ടാവണം. ആ മേടിക്കുന്ന ആൾ അതിനെ താങ്ങാൻ കഴിവുള്ള ആളായിരിക്കണം. എന്തായാലും തുടങ്ങിയവർ കഴിയാറായപ്പോൾ പൂജിക്കുന്ന ആ ഹോതാവ് ചോദിച്ചു, ആരാണിത് സ്വീകരിക്കുന്നത്? എല്ലാവരും പറഞ്ഞു നാരായണന് കൊടുക്കുക. നാരായണൻ എണീച്ചു പറഞ്ഞു, ഞാൻ സ്വീകരിച്ചു. ക്രമേണ അച്യുത പിഷാരടി വാദം മാറി. നാരായണനെ വാദം ബാധിച്ചു. എന്തുകൊണ്ട്? ആത്മതത്വം ഉറച്ചിട്ടില്ല. ആത്മതത്വം ഉറച്ചിട്ടുള്ളവർക്ക് ആ രോഗം ബാധിക്കാതിരിക്കുള്ളൂ. നാരായണനും പല മരുന്നുകളൊക്കെ ശ്രമിച്ചു നോക്കി, ഭേദമാവുന്നില്ല. അപ്പോഴാണ് എല്ലാവരും പറഞ്ഞു, ആ ഗുരുവായൂരപ്പനുണ്ടല്ലോ, വാദവ്യാധികാരനാണ്, അദ്ദേഹത്തിനെ ഭജിക്കുക. അങ്ങനെ ഗുരുവായൂരപ്പനെ ഭജിക്കാൻ തീർച്ചപ്പെടുത്തി. അനുജൻ മാതൃദത്തൻ കൂടെ പോകുന്നു. തുഞ്ചത്താചാര്യൻ അടുത്ത് തന്നെയാണ്. 1-2 കുട്ടികളെ അവിടെ അയച്ചു. ഞാനിങ്ങനെ ഭജനയിരിക്കാൻ പോണു, എന്താണ് ചെയ്യേണ്ടത്? മീൻതൊട്ട് കൂട്ടാൻ പറയൂ. കുട്ടികൾ ഞെട്ടിപ്പോയി. ഭട്ടതിരി കുട്ടികളെ അവർ വന്ന് നാരായണൻ്റെ മുമ്പിൽ നിന്നിട്ട്, ആ എന്താ പറഞ്ഞ എഴുത്തച്ഛൻ? അയ്യോ, അതിവിടെ എങ്ങനെ പറയുക? പറഞ്ഞോളൂ, വിരോധമില്ല. ഇങ്ങനെ മീൻ തൊട്ട് കൂട്ടാനാണ് പറഞ്ഞ. വിഡ്ഢികളെ, മത്സ്യാവതാരം തൊട്ട് വർണ്ണിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. അത് തന്നെയാണ് ഞാനും ഉദ്ദേശിച്ചത് അത് തന്നെയാണ്. അങ്ങനെ മാതൃദത്തൻ്റെ കൂടെ പുറപ്പെട്ടു. ചിങ്ങം 21-ാം തീയതി അവിടെ നാരായണീയം രചിക്കാൻ തുടങ്ങി. ഒരു ദിവസം പോലും വിടാതെ കണ്ട് 100 ദിവസം കൊണ്ട് പൂർത്തിയാക്കണമെന്നാണ് വിചാരിച്ചത്. ഋഗ്വേദത്തിൻ്റെ മാതൃകയിൽ രചിക്കണമെന്നാണ് അദ്ദേഹത്തിൻ്റെ ആഗ്രഹം. ഋഗ്വേദത്തിന് 100 അധ്യായമാണത്രേ, നമുക്കറിയില്ല. അപ്പോൾ 100 അധ്യായം, ഇവിടെ ദശകം എന്ന് കൊടുത്തു പേര്. 100 ദശകങ്ങൾ. ദശകം 10ൻ്റെ കൂട്ടം. അങ്ങനെ 100 ദശകങ്ങളിൽ ഭാഗവതിനെ സംഗ്രഹിക്കാനായിട്ട് അദ്ദേഹം തീർച്ചയാക്കി. രാവിലെ ഏതോ ഒരു ഇല്ലത്ത് താമസിച്ചു. അവിടുന്ന് രാവിലെ വന്ന് ഭഗവാനെ പ്രദക്ഷിണം ചെയ്ത് നമസ്കരിച്ച് ഒടുവിൽ ആ കിഴക്കേ വാതിൽ മാടത്തിൻ്റെ തെക്ക് ഭാഗത്തായിട്ട് കയറിയിരുന്ന് ഇങ്ങനെ ചരിഞ്ഞു നോക്കിയാൽ ഭഗവാനെ കാണാം. പഞ്ചനം എന്നാണ് ആ സ്ഥാനത്തിന് പേരിട്ടിരിക്കുന്നത്. അവിടെ ഇന്നും ഒരു വിളക്കിങ്ങനെ വെച്ച് കത്തിച്ചു കൊണ്ടേയിരിക്കുന്നുണ്ട്. അപ്പോൾ പഞ്ചനത്തിൽ കയറിയിരുന്ന അദ്ദേഹം
ആ ഭാഗവത്തിനെ അങ്ങോട്ട് സംഗ്രഹിച്ചങ്ങോട്ട് ചൊല്ലാൻ തുടങ്ങും. ഓരോ ശ്ലോകം ചൊല്ലുമ്പോഴും ഭഗവാനെ നോക്കും, ഭഗവാൻ തലയാട്ടെന്നാണ് പറയുന്നത്. ശ്ലോകം ചൊല്ലുമ്പോൾ മാതൃദത്തൻ എഴുതിയെടുക്കുന്നു. നാരായണനെ പോലെ തന്നെ സംസ്കൃതം അറിയുന്ന ആളാണ് മാതൃദത്തൻ. അങ്ങനെ ദിവസങ്ങളങ്ങനെ കഴിഞ്ഞു പോകുന്നു. രോഗം കൂടിയും കുറഞ്ഞും ഇരിക്കുന്നു. ഒരിക്കലും നിശേഷമായിട്ട് പോകുന്നില്ല. 88ാമത്തെ ദിവസം എത്തി. ഇനി ഇത് ഭേദമാകാൻ പോകുന്നില്ല എന്നൊരു തോന്നൽ മനസ്സിൽ വന്നു. അവിടെ അവസാനിപ്പിക്കുകയാണ്. ആ ഏകാദശ സ്കന്ധത്തിനെ ഒരു ശ്ലോകം കൊണ്ട് തിരിച്ച് ആ ശ്രീകൃഷ്ണനെ പ്രശംസിച്ചും കൊണ്ട് അവസാനിപ്പിക്കുകയാണ്. രാത്രിയിലൊരു സ്വപ്നം. ഒരു ഉണ്ണിക്കുട്ടൻ മുമ്പിൽ വന്ന് നിൽക്കണു. എന്താ പട്ടേരി പോയിട്ട് ഇത്ര തിടുക്കം? ഉത്സവം കഴിഞ്ഞിട്ട് പോകാട്ടോ. ഉത്സവത്തിന് 12 ദിവസം. 88ഉം 12ഉം 100. അങ്ങനെ 100ാമത്തെ ദിവസം 762 കൊല്ലവർഷം 762 വൃശ്ചികം 28 അന്നാണ് നാരായണീയം രചന പൂർത്തിയാക്കിയത് നടത്തും. 100ാമത്തെ ദശകം വായിച്ചപ്പോൾ അദ്ദേഹത്തിൻ്റെ സൂക്കേട് മാറി. ഇന്നത് വർണ്ണിക്കുമ്പോൾ നമുക്ക് നോക്കാം എങ്ങനെയാണ് മാറിയതെന്ന് നോക്കാം. പിന്നെ ഈ ഇത്രത്തോളം കാലം ആകുമ്പോഴേക്ക് 3 മാസത്തിലേറെ ആയല്ലോ, 3-3.5 മാസം. അദ്ദേഹത്തിൻ്റെ പ്രശസ്തി കേരളം മുഴുവൻ പരന്നു. എല്ലാ രാജാക്കന്മാരും അറിഞ്ഞു. എല്ലാവരും തങ്ങളുടെ രാജസഭയിലേക്ക് ആസ്ഥാന കവിയായി വരണം എന്ന് പറഞ്ഞ് ക്ഷണിച്ചു. അങ്ങനെ അദ്ദേഹം അനേകം രാജാക്കന്മാരുടെ ആസ്ഥാന കവിയായി ഇരിക്കുകയുണ്ടായി. അതാണ് സാമൂതിരിപ്പാട്, വെട്ടത്ത് രാജാവ്, വടക്കൻകൂർ രാജാവ്, അമ്പലപ്പുഴ രാജാവ് മുതലായവരുടെ അവിടെയാണ് ആ 70 വയസ്സ് വരെ ആ വിധത്തിൽ ആസ്ഥാന കവിയായിരുന്നു. അപ്പോൾ ആസ്ഥാന കവിയായുള്ള ഒരു ദോഷം എന്താണ്? ഈ രാജാവിനെ പുകഴ്ത്തണം. മതിയാക്കി. 70ാമത്തെ വയസ്സിൽ മതിയാക്കി. മുക്കുതല ഒരു ക്ഷേത്രമുണ്ട്, ദേവീക്ഷേത്രം. 2 ക്ഷേത്രമായിട്ടാണ് അവിടെ ഉള്ളത്. ആ ക്ഷേത്രത്തിൽ ദേവിയെ ഭജിച്ചുകൊണ്ട് ദേവിയെക്കുറിച്ച് ഒരു സ്തോത്രം എഴുതി 16 വർഷത്തോളം ദേവിയെ ഭജിച്ചുകൊണ്ടിരുന്നു. 86ാമത്തെ വയസ്സിൽ അദ്ദേഹം ആദ്യത്തെ ക്ഷേത്രത്തിൽ സന്ധ്യാവന്ദനം കഴിഞ്ഞ് 2ാമത്തെ ക്ഷേത്രം താഴത്താണ്. അവിടേക്ക് പോകുമ്പോൾ കുഴഞ്ഞു വീണു മരിച്ചു. ദിവംഗതനായി വിഷ്ണുപദത്തെ പ്രാപിച്ചു. ഇതാണ് നാരായണ ഭട്ടതിരിയുടെ കഥ. ഇത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്നതാണ്. പിന്നെ ഞാൻ ഇതിന് പറഞ്ഞു, അല്ലാത്തവർ കേൾക്കുന്നുണ്ടല്ലോ. അതാണ് ഇതിനെക്കുറിച്ച് അറിയാത്തവരെ കേൾത്തുകൊണ്ടിരിക്കുകയല്ലേ. അതുകൊണ്ടാണ് അതിനെക്കുറിച്ച് കുറച്ച് വിശദമായിട്ട് പറഞ്ഞത് എന്നർത്ഥം.